ഹലോ ഗുട്ടൻ ടാഗ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വി1 വി2 നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഗ്രാമാറ്റിക് പോർഷനാണ് ടെക്കമോളോ എന്ന് പറയും. ആൻഡ് അത് സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനിൽ അതിൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് വരേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെക്കമോളോ. സോ അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാം, ടെക്കമോളോ എന്നുള്ള നെയിം വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കാൻ പോകണേ. കാര്യം ടെക്കമോളോ ആ ഒരു ഓർഡറിലാണ് നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരിക. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പേരിട്ടിരിക്കുക. ടെ മീൻസ് ടെമ്പോറൽ എന്നാണ്, അത് ടൈമിനെയാണ് കാണിക്കുക. ടൈം, എപ്പോൾ, വൺ. ആൻഡ് കസുവാൽ എന്ന് വെച്ചാൽ റീസൺ, എന്തുകൊണ്ട്, അതിൻ്റെ കാരണമാണത് കാണിക്കുക. ആൻഡ് മൊഡാൽ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിച്ചു. ആൻഡ് ലോക്കൽ മീൻസ് പ്ലേസ് ആണ് കാണിക്കുക, എവിടെ. സോ ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു സെൻറ്റൻസിൽ വേർഡ്സിൻ്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് അതിൽ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് സമയമായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത് ആ കാരണമായിരിക്കും, കസുവാൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അവിടെ അങ്ങനെ ഒരു പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് അതായിരിക്കും. ആൻഡ് എവിടെ എന്നുള്ള ഒരു പ്ലേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് അത് ലാസ്റ്റ് പൊസിഷനിലേക്ക് ആവണം. ഓക്കെ, ഇതാണ് ടെക്കമോളോ എന്ന് പറയുന്നത്. അതിനു മുമ്പ് വേഗൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് മീൻസ് ബിക്കോസ് ഓഫ് എന്നാണ് അതിൻ്റെ മീനിങ്. വേഗൻ ഇതൊരു ജനറ്റീവ് പ്രപ്പോസിഷനാണ്. ആൻഡ് അത് യൂസ് ചെയ്ത് നമ്മളൊരു സെൻറ്റൻസ് എഴുതിയാൽ അത് കഴിഞ്ഞിട്ട് വേഗൻ കഴിഞ്ഞിട്ട് വരുന്നത് ഓൾവേസ് ഒരു നൗൺ ആയിരിക്കണം, അത് ജനറ്റീവിലും ആയിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂള്. ഓക്കെ, അതിവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, യെസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദി റെയിൻ ഐ ഡ്രോവ് ടു ദി സിറ്റി. ഇതാണ് നമുക്ക് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കേണ്ട സെൻറ്റൻസ്. ഇന്നലെ മഴയായിരുന്നത് കൊണ്ട് മഴ കാരണം ഞാൻ സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോയി. ഇതാണ് എനിക്ക് ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കേണ്ട സെൻറ്റൻസ്. സോ അതിൽ ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട്, യെസ്റ്റർഡേ, ഇന്നലെ എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൈം. സോ യെസ്റ്റർഡേ എന്നുള്ളത് ജർമ്മനിൽ നമുക്കറിയാം ഗസ്റ്റാണെന്നാണ് പറയാം. സോ ടെമ്പോറൽ അവിടെ വന്നു. ഓക്കെ, ടെമ്പോറൽ അവിടെ വന്നു. ഞാൻ ആ ടെമ്പോറലിനെ ആദ്യം കൊണ്ടുവന്നു, ഗസ്റ്റാണെന്ന് കൊണ്ടുവന്നു. ദെൻ ഞാൻ കൊണ്ടുവരേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡോസും അല്ലാതെ വേറെ ഒന്നിനും ആബർ, ഉൻഡ്, ഹോദ്, ദെൻ ഇതിനല്ലാതെ വേറെ ഒന്നിനും നുൾ പൊസിഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഗസ്റ്റ് ഓൺ കഴിഞ്ഞിട്ട് ഉടനെ വരേണ്ടത് വേർബാണ്. ഓക്കെ, അത് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുന്നു. സോ ഗസ്റ്റ് ഓൺ വന്നു, ദെൻ വേർബ് വന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റും വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് കസുവാലിലേക്കാണ്, റീസണിലേക്ക്. എങ്ങനെ, എന്ത് കാരണം കൊണ്ട് എന്നുള്ളത് നമ്മളവിടെ കൊണ്ടുവരണം. സോ അവിടെ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ റെയിൻ, മഴ കാരണമാണെന്നുള്ളത്. സോ റീസൺ അവിടെ ഉണ്ട്. വേഗൻ ജനറ്റീവ് പ്രപ്പോസിഷൻ ആയതുകൊണ്ടും അത് കഴിഞ്ഞ് നൗൺ വരേണ്ടത് കൊണ്ടും നമ്മളവിടെ നൗണിനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുക. ആൻഡ് അത് ജനറ്റീവിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുമുണ്ട്. ഓക്കെ, ദസ് എന്നുള്ള ആർട്ടിക്കിൾ കൊടുത്തു, ബിക്കോസ് ബെറ്റർ എന്നുള്ളത് ദസ് ആണ്. ആൻഡ് അത് മോണോസിലബിക്കും അല്ല. സോ അതുകൊണ്ട് അതിന് നമ്മൾ എൻഡിങ്ങിൽ എസ് ആഡ് ചെയ്ത് കൊടുത്തു, എസ് മാത്രം. ആൻഡ് ആർട്ടിക്കിൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു, ദസ് എന്നാക്കി മാറ്റി, ദസ് അല്ല. ഓക്കെ, ജനറ്റീവിലേക്ക് ചേഞ്ച് ആക്കി, ദസ് ഷ്ലെഹ്റ്റൻ വെറ്റോസ്, ബിക്കോസ് അഡ്ജക്റ്റീവ് എൻഡിങ്ങും കൊടുക്കണമല്ലോ. ഷ്ലെഹ്റ്റൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. സോ അഡ്ജക്റ്റീവ് എൻഡിങ്ങും കൊടുത്തു, ഷ്ലെഹ്റ്റൻ, വെറ്റോസ് വരെ കൊടുത്തു. പിന്നെ എങ്ങനെ പോയി എന്നുള്ളതാണല്ലോ നമ്മൾ ഇനി പറയേണ്ട കാര്യം. അപ്പം ഞാൻ കാറിനാണ് പോയത്. സോ ഞാനവിടെ ഇനി പറയേണ്ടത് മൊഡാലാണ്, എങ്ങനെ. സോ ഞാനവിടെ ഔട്ടോയാണ് കൊണ്ടുവരേണ്ടത്. ഔട്ടോ, മിറ്റ് ദം ഔട്ടോ എന്ന് കൊടുത്തു. ദം ആവാൻ കാരണം മിറ്റ് ഈസ് എ ഡാറ്റീവ് പ്രപ്പോസിഷൻ. സോ ഔട്ടോയുടെ ആർട്ടിക്കിൾ ദസ് ആണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡാറ്റീവിലേക്ക് ചേഞ്ച് ആകുമ്പോൾ അത് ദമ്മായിട്ട് മാറണം. മിറ്റ് ദം ഔട്ടോ വന്നു. ഇനി ഞാൻ എങ്ങോട്ട് പോയി, അതിനി വരണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ടു ദ സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുക, അത് ലോക്കലിലാണ് വരിക. സോ സിറ്റി എന്നുള്ളത് സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ഞാൻ എൻഡിങ്ങിൽ ഇൻ ദി സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ സെൻറ്റൻസിൻ്റെ ആ ഒരു വേർഡ്സിൻ്റെ ഓർഡർ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ടെക്കമോളോ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ടെമ്പോറൽ, കസുവാൽ, മോഡൽ, ലോക്കൽ, ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. ആൻഡ് ഈ ഒരു ഓർഡറിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗസ്റ്റ് ഓൺ വെച്ച് തുടങ്ങണമെന്നില്ല. ഓർ ഇഷ് ബിൻ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ.